ഈശ്വരശേഖി സ്തുതിയായിരിക്കട്ടെ. 1 പത്രോസ് 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു നടക്കുന്നു. ഈ തിരുവചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു ശത്രു ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ശത്രു ആരാണ്? തിന്മയുടെ സ്വാധീനം. ഈ തിന്മയുടെ സ്വാധീനം ചില വ്യക്തികളാവാം, കാര്യങ്ങളാവാം, അല്ലെങ്കിൽ കാഴ്ചകളാകാം, കേൾവികളാകാം. ഇതൊക്കെയും നമ്മളിലുള്ള നന്മയുടെ, ആധ്യാത്മികതയുടെ ഒക്കെയും ശത്രുവാണ്. ഈ ശത്രുവിനെ എങ്ങനെ എതിർത്ത് തോൽപ്പിക്കണം? ബൈബിളിൽ ഈ സിംഹത്തെക്കുറിച്ച് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. അതിലൊരു കാര്യം നമുക്കിപ്പോൾ ശ്രമിക്കാം. 1 സാമുവേൽ 17-ാം അധ്യായം 34-ാം തിരുവചനം പറയുന്നു: ദാവീദ് വീണ്ടും പറഞ്ഞു, പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അതെന്നെ എതിർക്കാൻ ഞാൻ അതിനെ ജടയ്ക്ക് പിടിച്ച് അടിച്ചുകൊള്ളും. ഇവിടെ ദൈവജനത്തെ കുറിച്ചാണ് പിതാവിന്റെ ആടുകൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദാസൻ ആരാണ്? നമ്മൾ ആ പിതാവിന്റെ ജനത്തെ നയിക്കുന്ന, ആത്മീയതയിലേക്ക് നയിക്കുന്ന ദൈവിക ശുശ്രൂഷകരാണ്. അപ്പോൾ ഈ കരടിയും സിംഹവും ആരാണ്? തിന്മയുടെ സ്വാധീനം തന്നെ, നമ്മുടെ ശത്രുവായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഈ ശത്രുവിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ നമ്മളിൽ കർത്താവിന്റെ അഭിഷേകം ഉണ്ടാകണം. നമ്മളിൽ കർത്താവിന്റെ അഭിഷേകമുണ്ടെന്ന് ദൈവവചനം തന്നെ പറയുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 27-ാം തിരുവചനം പറയുകയാണ്: ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു. അവന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ നമുക്കൊരു അഭിഷേകമുണ്ട്, യേശുവിന്റെ ഒരു അഭിഷേകം. ഈ അഭിഷേകത്തോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ദൈവദാസന്മാരായ, ദൈവിക ശുശ്രൂഷകരായ നമുക്ക് ദൈവജനത്തെ രക്ഷിക്കാം. ഇങ്ങനെയാണ്: എൻ്റെ കുടുംബത്തിൽപ്പെട്ട മക്കളെ തിന്മയുടെ സ്വാധീനം കാർന്നു തിന്നുന്നുണ്ടോ, പിടിപെടുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂട്ടുകാര്, എൻ്റെ അയൽവാസികള്, ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികളിൽ തിന്മയിലേക്ക് ചായുന്ന വ്യക്തികളുണ്ടെങ്കിൽ എന്നിൽ കർത്താവ് നിക്ഷേപിച്ച അഭിഷേകത്തോട് ചേർന്ന് നിന്ന് ചെറുത്തതിനെ തോൽപ്പിക്കണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവായ ഈശോയെ, അവിടുത്തെ അഭിഷേകത്താൽ തിന്മയുടെ സ്വാധീനങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു കൃപ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഈ സാമുവേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശത്രുവിനെ തോൽപ്പിക്കാൻ ഈ കൃപാഭിഷേകം നമ്മളിൽ നിലനിൽക്കട്ടെ. ആമേൻ. ഈശോയെ സ്തുതിയായിരിക്കട്ടെ.